السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ ജമാഅത്തിനു വേണ്ടി നിൽക്കുമ്പോൾ ഒരാൾ മാത്രം ഇമാമിൻ്റെ കൂടെ ഉള്ളുവെങ്കിൽ അയാൾ ഇമാമിൽ നിന്ന് കുറച്ച് പിന്തി വലതുഭാഗത്ത് നിൽക്കണം എന്നാണ്. അഥവാ ഇടതുഭാഗത്തായി നിന്നുപോയതെങ്കിൽ അയാൾക്കന് ഓർമ്മ വന്നു വലതാളെ നിൽക്കേണ്ടത്. നമസ്കാരം ബാത്തിലാകാത്ത വിധത്തിൽ 3 അനക്കം തുടർച്ചയായി വരാത്ത രീതിയിൽ അയാൾ വലതുഭാഗത്തേക്ക് മാറി നിൽക്കണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരുന്ന കാലത്ത് റസൂലുള്ളാഹിൻ്റെ കൂടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇടതുഭാഗത്താണ് വന്നു നിന്നത്. റസൂലുള്ളാഹി രാത്രി നിസ്കാരമാണ്, തഹജ്ജുദ് ആയിരിക്കണം രാത്രി നിസ്കാരം എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് വിവക്ഷ എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിന് ജമാഅത്തില്ല. പക്ഷേ ജമാഅത്തായി നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി തങ്ങളപ്പം എന്ത് ചെയ്തത്? അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ ഇടതുഭാഗത്ത് വന്നു നിന്നു. അപ്പം നബി തങ്ങൾ ഈ കൈ കൊണ്ട് പിന്നിക്കൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ചെവി പിടിച്ചിട്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ഒരു ഭാഗത്തിൽ തല എന്നുണ്ട്, വേറൊരു ഭാഗത്തിൽ ചെവി എന്നുണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, കാരണം തലമ്മ തന്നെയുള്ള ചെവി ഉള്ളത്. അപ്പോൾ തല പിടിച്ചു എന്ന് പറഞ്ഞാലും ചെവി പിടിച്ചു വന്നാലും രണ്ടും ശരി തന്നെ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ വലതുഭാഗത്ത് നിർത്തി. അപ്പോൾ അതാണ് വലത്താണ് നിൽക്കേണ്ടത് തോന്നുന്നു. അഥവാ അടുത്ത് നിന്നു പോയാൽ ബനുക്കനെ മനസ്സിലായി ഓൻ അങ്ങനെ ഒരു ഭാഗത്തേക്ക് നിൽക്കുക. ഓൻ അറിയില്ലെങ്കിൽ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു കൊടുത്ത മാതിരി ഇങ്ങനെ നമുക്ക് അയാളെ പിടിച്ചിട്ടുമല്ല ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ കൂടുതൽ പിന്താതെ ചെറിയൊരു പിന്തലോട് നിൽക്കണം എന്നാണ്. പിന്നെ മറ്റൊരാളും കൂടി വന്നാൽ നമ്മൾ പറഞ്ഞു അയാൾ ഇടതുഭാഗത്താപ്പം നിൽക്കേണ്ടത്. അലുതും അയാളും പിന്നെ ഒന്ന് വലതിൽ അങ്ങനെ നിന്നിട്ട് വലത്തന്നെ അങ്ങനെ ആളൊന്നായിട്ട് കിട്ടുക. ഇടത്താരുമില്ല, അത് വരാൻ പാടില്ല. ഇതൊക്കെ വിവരം കുറഞ്ഞവരാണ് ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ഒരാൾ കയറി ചെല്ലുമ്പോൾ ഇമാമിൻ്റെ കൂടെ ഒരു മമ്മുള്ളൂ, അയാൾ വലതുഭാഗത്ത് നിൽക്കണത്. അപ്പം ഈ ചെന്ന ഇവനും ആ വലത്ത് തന്നെ നിൽക്കാം. ഹമാക്കത്തല്ലേ ഇത്? അപ്പം നിൽക്കേണ്ടത് എവിടെയാണ്? ഇടത് വന്ന് നിൽക്കണമല്ലോ. എന്നിട്ട് ഓലുണ്ടാളും പിന്തുകയോ അല്ലെങ്കിൽ ഓനെ പിന്താൻ തല ആണ്ട് കീപ്പെട്ട് തല ഇല്ല ബാക്ക് ഭാഗത്ത്. എന്നാ ഇമാമാണ് മുന്തി നോട്ടെ. പിന്നെ ഈ വരുന്നവരൊക്കെ അതൊരു സൂക്ഷിക്കേണ്ട സംഗതിയാണ്. അപ്പോഴും ഇടതും വലതും അങ്ങനെ സമാക്കി വരണം. ഒരു 4 ആൾ ഒന്നിച്ച് കിടന്നു വന്നു. ഇമാമിന് പിന്നിൽ നേരത്തെ 2 ആളുണ്ട്. ഈ 2 ആൾ വീതം 2 ആൾ പുറത്തു 2 ആൾ പുറത്തു, അങ്ങനെ ആകട്ടെ. ഇനി 5 ആളെ കിടന്നെങ്കിൽ പിന്നെ 2.5 ആക്കാൻ കഴിയൂല. അപ്പം പിന്നെ ഒരു ഭാഗത്ത് 3 ആൾ നിന്നോട്ടെ, വലതുഭാഗത്ത് മറ്റേ ഭാഗത്ത് ഇടതിൽ 2 ആൾ നിൽക്കട്ടെ. ഇങ്ങനൊരാൾ കിടന്നു വരുമ്പോൾ അയാൾ ഈ എണ്ണം കുറവുള്ള കൊടുത്ത് വിളക്കട്ടെ. അങ്ങനെ കടന്നു വരുന്ന ഭാഗത്ത് ആണ്ട് നിൽക്കല്ല. അങ്ങനെ ചിലപ്പോൾ ഹൗലൊന്ന് കടന്നു വരുന്ന ഭാഗം ആ ഭാഗത്ത് എല്ലാവരും കൂടെ കിടന്നു. ഇതൊക്കെ വിവരമില്ലാതെ ചെയ്യുന്ന ഓരോരോ
പണികൾ. ഇവരെല്ലോരും ഇത് ചെയ്യുമ്പോഴാണ് വലിയ സങ്കടം. ആ ഭാഗം ശരിയാക്കണ്ടേ? സവ്വൂ സുഫൂഫക്കും, നിങ്ങളുടെ സഫുകൾ നിങ്ങൾ സമാക്കണം എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് അത് കുറിക്കുന്നുണ്ട്. വസിത്തുൽ ഇമാമ വസുദ്ദുൽ ഖലല, ഇതാണ് ഹദീസ്. റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വസിത്തുൽ ഇമാമ, നിങ്ങൾ ഇമാമനെ നടുവിലാക്കണം. വസുദ്ദു, നിങ്ങൾ അടക്കുകയും വേണം അൽ ഖലല, വിടവുകളെ. അപ്പോൾ അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ തലക്കറി ഇഖാമത്ത് കൊടുത്ത ശേഷം ചിലപ്പോൾ ഇമാമിൽ പെട്ടെന്ന് പറയുന്നുണ്ട് സവ്വു സുഫൂക്കും വാഴ്ത്തതിരും, സഫുകൾ സമായെന്നൂടി. ഫൈന തസ്വിയത്ത സുഫൂഫി മിൻ തമാമി സലാ, സഫുകളൊക്കെ സമാക്കാരണം നിസ്കാരത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് എന്നൊക്കെ പറയണ്ടേ. ഇതൊന്നും കുഴപ്പമില്ല, പറയാന്നല്ല ഒരു സുന്നത്താണ്, സുന്നത്താണ്. അതാണ് ആ മസല. ഏതായിരുന്നാലും അവിടെ അപ്പോൾ സ്വാഭാവികമായി വരുന്ന പല സംഗതികളും ഇഷ്കാലുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ സഫിൽ നിൽക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. സഫ് തന്നെ നിൽക്കുമ്പോൾ എല്ലാവരും ഒപ്പിച്ച് നിൽക്കണം. സഫിന് ചിലയിടത്തൊക്കെ ഇപ്പം ഇക്കാലത്ത് വരക്കെട്ട് കാണും, കാർപ്പറ്റിൽ പ്രത്യേകം ലൈൻ തന്നെ ഇടപെടുത്തിക്കണം. എന്നാലും കൊന്തറമല്ലയിൽ നിൽക്കുള്ളൂ ആൾക്കാർ. ചിലപ്പോൾ ആദ്യം ഒന്നാം സഫിൽ നിന്നപ്പോൾ ശരിയായിരുന്നു, പിന്നെ അവിടെ നിന്നുകൊണ്ട് എഴുന്നേറ്റ് രണ്ടിലേക്ക് എത്തിയപ്പോൾ ആകെ തെറ്റിക്കണം. എന്താ ഇപ്പം ഇതിനെ കാട്ടുക? ഒന്നായിട്ട് വലിയൊരു ഏരിമേലിട്ട് ഓട്ടേണ്ടി വരും എല്ലാവരും. സഫ് എത്ര കറക്റ്റായി നിൽക്കാം, അത് നിൽക്കൂല. അങ്ങനെ ഒരു സ്വഭാവം. അപ്പോൾ അത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞ അർത്ഥം. അപ്പം പിന്നെ അവിടെ വരുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്താ, കസേര നിസ്കാരക്കാർ വളരെ കൂടിയൊരു കാലമാണ് ഇപ്പോൾ. കസേര ഇട്ട് നിസ്കരിക്കും. കൂടാൻ കാരണം മുമ്പൊന്നും അങ്ങനെ ചെറിയൊക്കെ എതിര് ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഓല സുഖവും സൗകര്യം നോക്കിയിട്ടല്ല. അതാണ് പണ്ട്. ഇപ്പം അല്ല, നമ്മൾ ആ സൗകര്യം നോക്കിയിട്ടാണ്. ഓൻ്റെ സൗകര്യത്തിനനുസരിച്ചൊക്കെ ആകാണ് കസേര ലഭിച്ചിട്ട്. ചിലപ്പോൾ ഒരാവശ്യമില്ലാതെ തന്നെ കസേര ഉപയോഗിക്കണം. അപ്പം ഫർള് തന്നെ കൂടൂല. ഓ നടന്ന പെരീന്ന് തീരെ വന്നത്, പള്ളിക്കെത്തി ഒന്നുണ്ടാക്കി പള്ളിക്ക് കസാലയും വലിച്ചുകൊണ്ടും വരുന്ന ഓൻ തന്നെയാണ്. എന്നിട്ട് കസാല ഇട്ടിട്ട് അവിടെ ഇരുന്ന് കരിച്ച. അത് പെരീന്ന് തീരെ നടക്കാനും പള്ളിയിൽ എത്തിയിട്ട് കസാല എടുത്തുകൊണ്ട് വരാൻ അതിനൊന്നും പ്രശ്നമില്ല. നിസ്കാരത്തിന് ഓരോ റക്കാതെ നിൽക്കേണ്ട സമയം കുറച്ച് സമയമാണ്. ഇനിയിപ്പോൾ ജമാഅത്താണെങ്കിലും ജമാഅത്തിലും ചെറിയ സൂറത്തൊക്കെ അല്ലേ ഇമാമുകൾ ഓതുള്ളൂ. അപ്പം ഇവൻ്റെ ഫാത്തിഹ കഴിഞ്ഞാലും ചിലപ്പോൾ സമയം ഉണ്ടെങ്കിലും നിൽക്കാൻ കഴിയാത്തത്ര പ്രശ്നമൊന്നും ഇല്ല. എന്നാലും വീട്ടിൽ നിന്ന് ഇതുവരെ എത്തിയവും നടന്നിട്ട് പള്ളിക്കെത്തിയിട്ട് കസാല എടുത്തുകൊണ്ട് വന്നതും നടന്നിട്ട് നിൽക്കാൻ കഴിയില്ല എന്നൊരു വിതറും പറഞ്ഞിട്ട് കസാല ഇട്ടിരിക്കുക, അതൊരു ശരിയല്ല. ചില ആളുകൾക്ക് ഇരിക്കാൻ കഴിയില്ല താഴെ. അപ്പോൾ റുക്കൂ ഇങ്ങനെ ചെയ്ത് കണ്ട് പിന്നെ സുജൂദിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനത്തെ ചില ആൾക്കാർ റുക്കൂ ഇതറാണ്. അപ്പോൾ ഒരു കസാലിന് ഈ സുജൂദിൻ്റെ സൗകര്യം വിചാരിച്ച, കാരണം കസാലയിരുന്ന് സുജൂദ് ചെയ്താൽ ഓനെ പെട്ടെന്ന് പൊങ്ങാനൊന്നും പ്രയാസമില്ല. നിലത്ത് പോയിട്ട് സുജൂദ് ചെയ്താൽ പിന്നെ അങ്ങോട്ട് മേപ്പെട്ട് പൊന്തി കിട്ടൂല ഖിയാമിലേക്ക്. ഇതൊരു വിഷയമാണ്. ഇത് പലപ്പോഴും സംഭവിക്കാം. ഇന്നിപ്പോൾ ഈ ഊരവേദനക്കാരൊക്കെ കൂടിയത് കൊണ്ട് കൂടുതലാണിത്.
അപ്പം എന്ത് വേണമ്പം അവനിപ്പോൾ താഴത്ത് ചെന്ന് സാധാരണ പോലെ സുജൂദ് ചെയ്താൽ പിന്നെ പൊങ്ങാൻ കഴിയില്ല. അപ്പം എന്നാ ഇരുന്ന് വെച്ച അങ്ങനെയൊക്കെ ചെയ്യാം. സുജൂദും റുക്കുവൊക്കെ ശരിക്ക് ആക്കും ചെയ്യാം. അങ്ങനെയാണോ വേണ്ടത്? അതല്ല, ആദ്യം തന്നെ എന്നാൽ നിന്ന് നിൽക്കരിച്ചോട്ടെ, റുക്കുവ സാധാരണ പോലെ ചെയ്യാം. സുജൂദ് ഓന് ചെയ്യാൻ കഴിയാത്ത അത്രേ പോലെ പ്രശ്നമുള്ളൂ. എന്നാൽ അവനിപ്പോൾ ഇവിടെ അങ്ങനെ ഒരു മേശ ഇവിടെ ഉണ്ട്, എന്നാൽ അവന് റുക്കുവ ഇങ്ങനെ ചെയ്തു സാധാരണ പോലെ. ഷമയല്ലാഹുലിമൻ ഹമിദ പറഞ്ഞിട്ട് നിമക്ക് സുജൂദ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ സുജൂദിന്റെ ഫറള് വീടും. ഓന് കെട്ടിമറിഞ്ഞ് ഇരിക്കൊന്നും വേണ്ട. കാരണം ഓന് നെറ്റിത്തടം വെക്കാൻ ഇവിടെ സ്ഥലം കിട്ടി. അതോടൊപ്പം നെറ്റിത്തടം ഇരിക്കുന്ന സ്ഥലത്തെ അതിനേക്കാൾ ഉയർച്ച നമ്മുടെ പിൻഭാഗത്തിന് ചന്തിൻ്റെ ഭാഗത്തിന് ഉണ്ടാവും ചെയ്തു. അതാപ്പോൾ സുജൂദിന് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെ പരിപാടിയുണ്ട്, ഇരിക്കും, എന്നിട്ട് അങ്ങനെ ഒരു ടേബിൾ എന്തെങ്കിലും വെക്കും. അല്ലെങ്കിൽ ചിലർ കസേരൻ്റെ മുകളിൽ തന്നെ അങ്ങനെ ഒരു കഷ്ണം മരം കൂടി ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. അത് സുജൂദിൻ്റെ നേരത്ത് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് വെക്കും. എന്നിട്ട് ഇരുന്ന് കണ്ട് ഇങ്ങനെ സുജൂദ് ചെയ്യും. ഈ ഇരുന്ന സുജൂദിന് യാതൊരു അസുഖമില്ല. കാരണം നെറ്റിത്തട പൊന്തിയാൻ നിൽക്കണത് ചന്തി താന്നിട്ടു. ഇതിന് സുജൂദ് എന്ന് പറയുന്നില്ല. അവിടെ വേണ്ടത് പോലെ താങ്ങാൻ പറ്റുന്നത്തോളം താന്നോട്ടെ. ഇങ്ങനെ ഒരു ഇടം കൊള്ളിച്ചിട്ട് എന്താക്കല്ലോ ഉണ്ട്. ഈ മേശല്ലെങ്കിൽ കുറച്ചും കൂടി താവുമായിരുന്നു. അപ്പം മേശ വെച്ചത് തെറ്റാണ്. നമ്മക്കങ്ങനെ വെക്കണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയുമായിരുന്നു, ഇന്ന് സുജൂദ് ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. ഇമാം റാഫിയും ഇമാം നബവിയും റളിയല്ലാഹു അൻഹുമാ അവരാണ് നമ്മളെ മദ്ഹബിനെ തഹരീർ ചെയ്ത രണ്ട് മുഹര്രിരീങ്ങൾ. അവരുടെ പ്രബലമാക്കലനുസരിച്ചാണ് ഷാഫി മദ്ഹബിൻ്റെ അമലൊക്കെ. രണ്ടാളും ഇത്തിഫാക്കായ യോജിച്ച വിഷയമാണ് നെറ്റിത്തറം വെക്കൽ വാജിബ സുജൂദിന്. നെറ്റിത്തറത്തിന് ബാക്കിയുള്ള രണ്ട് കൈ വെക്കുക, രണ്ട് കാലിൻ്റെ മുട്ട് വെക്കുക, പിന്നെ രണ്ട് ഖദമിൻ്റെ പാദങ്ങളുടെ വിരലിൻ്റെ അല്പഭാഗം തട്ടിക്കുക. ഇത് നബവി ഇമാമ് അതും നിർബന്ധമാണ്, എന്നെങ്ങനെ സുജൂദ് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നു. റാഫി ഇമാമ് പറഞ്ഞു അത് വേണമെന്നില്ല, ഈ ഒറ്റ സംഗതി മതി. അപ്പോൾ റാഫി ഇമാമിൻ്റെ ഭാഗത്തോളം നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി നിന്ന് സുജൂദ് ചെയ്തു മേശൻ്റെ മേലിൽ. അപ്പോഴും മേശമ്മൽ തല വെച്ചതിനേക്കാൾ ഉയർന്നാണ് ചന്തിൻ്റെ ഭാഗം നിൽക്കുന്നത്. സുജൂദ് ശരിയായി. നൈമാമിൻ്റെ പക്ഷമനുസരിച്ച് രണ്ട് കയ്യും നമുക്ക് അവിടെ വെക്കാം, രണ്ട് കാലിൻ്റെ വിരലും നേരത്തെ തന്നെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതും പ്രശ്നമില്ല. രണ്ട് മുട്ട് വെക്കാൻ കഴിയാത്ത പ്രശ്നമുള്ളൂ. കഴിയാതെ വന്നാൽ എഴുതറാണ്. അപ്പം നിന്ന് സുജൂദ് മതി. അപ്പം ഇനി ഒരാൾക്ക് ഇപ്പം അതിന് കയ്യിൽ നിൽക്കാൻ കഴിയൂല, തീരെ കഴിയാത്ത ആളാണ് നേരത്തെ പറഞ്ഞത്. എന്നാൽ അവൻ ഇരുന്ന പക്ഷേ വീൽ ചെയറിൽ ഓടുന്നിട്ട് ആ വീൽ ചെയർ തന്നെ ഇരുന്നിരിക്കണം. എന്നാൽ അവിടെ എന്തെങ്കിലും ഇരിക്കണീനേക്കാൾ ഒരു ഇഞ്ചെങ്കിലും താഴ്ന്ന് ഉയരം കുറഞ്ഞ ഒരു സ്റ്റൂളോ എന്തെങ്കിലും സംഗതി വെക്കാൻ പറ്റുമെങ്കിൽ സുജൂദ് ചെയ്യാം. അപ്പോൾ നമ്മളെന്തായി തല വച്ചതിനേക്കാൾ ഈ ചന്തിൻ്റെ ഭാഗം ഉയർന്നു വന്നു. അതിലാണ് തങ്കീസ് പറയാം, തല കീഴായി വരണം. ആ തങ്കീസ് കിട്ടൂല എന്ന് കണ്ടാൽ തല വെക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള സൂചന ഈമാവ് മതി. അപ്പോൾ ആ ഈമാവിനിപ്പോൾ ഇങ്ങനെ തല ഇങ്ങനെ റുക്കുവിനെ ഇപ്പോൾ ഇങ്ങനെ താത്തി സുജൂദിൻ്റെ പിന്നെ സമയം അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ട് സുജൂദിന് കുറച്ചും കൂടി ഇങ്ങനെ താന്നു കഴിയുന്നത്ര.
നമുക്ക് തെങ്കീസും കിട്ടിക്കോളന്നില്ല. തല കീഴായി നിൽക്കാൻ മാത്രമാണ് ഒതുങ്ങൂല, വേദനയാണ്. ഓനൊരു സാധനം വെച്ചിട്ട് നമുക്ക് തലത്തിക്കാൻ കഴിയൂല. എന്നാൽ പിന്നെ വെറുതെ ഇങ്ങനെ ഒരു എന്തിൻ്റെ ആവശ്യമില്ല, ഒരു മേശ കൊണ്ടിടേണ്ട ആവശ്യമില്ല. ചില ആളുകൾ ഒരു മേശ കൊണ്ടിടണം എന്ന് മനസ്സിലാക്കിയിട്ട് തല വെക്കണ്ടേ, ചില എന്തിനും കൊണ്ടേ വെക്കണം എന്നൊന്നുമില്ല. ചിലർ ഈ കസാലിൻ്റെ വലിയ ഞാൻ പറഞ്ഞില്ലേ, കസാലിൻ്റെ കൈ കുത്തുന്ന അവിടെ ഒരു പീസും കൂടി വെച്ച് കൊടുക്കാൻ മരം, എന്നിട്ട് അതിങ്ങനെ തിരിച്ചു കണ്ട് സൂചി ചെയ്യാൻ പറ്റും വിധത്തിലാക്കുക. അതൊന്നും ആവശ്യമില്ല. തലവെക്കലിൻ്റെ വിഷയം തന്നെ വരുന്നത് ചന്തി വെച്ച ഭാഗം തല വെച്ച ഈ നെറ്റിത്തരത്തിനേക്കാൾ ഉയർന്നു നിൽക്കാൻ ഓന് സൗകര്യം ഉണ്ടെങ്കിലേ ഉള്ളൂ, ഇല്ലെങ്കിൽ അതൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ കസേര വെച്ച് നിക്കരിച്ച ആൾക്കാർ ഓല് ഇരുന്നാൽ നിക്കരിക്കണത് ആദ്യം തന്നെ അവർക്ക് നിൽക്കാൻ കഴിയൂല. എന്നാൽ പിന്നെ ഈ സൊഫിൽ ആൾക്കാർ നിൽക്കണ അതിനനുസരിച്ച് കസാര ഇടുക, കസാര ബേക്ക് കിടണ്ട. ഓല ഇരിക്കല്ലേ, നിൽക്കല്ലല്ലോ. നിൽക്കാൻ കഴിയാത്തോലെ പറ്റി പറയണത്. എന്നാൽ ഓല കസാര സൊഫ് തന്നെ കൃത്യമായിട്ടാൽ മതി. അപ്പോൾ ഇവൻ്റെ ഈ ചന്തിൻ്റെ ഭാഗവും നിസ്കരിക്കുന്ന ആൾക്കാരുടെ മടമ്പുകാലിൻ്റെ ഭാഗവും ഒരേ സൂത്രത്തിലാവും. കാരണം ഇരുന്ന് നിസ്കരിക്കുന്ന ആളുടെ മുസാവാത്ത് കണക്കാക്കൽ ചന്തി കൊണ്ടാണ്. നേരെ മറിച്ച് അവൻ നിന്ന് തന്നെ നിസ്കരിക്കണത്, സുജൂദിന് കഴിയാത്തതാണ് ഓ അങ്ങനെ കസാര ഇട്ടത്. എന്നാൽ പിന്നെ കസാല കുറച്ച് വിധിച്ചിടാം. ഓ ഇമാമിൻ്റെ കൂടെ മറ്റുള്ളവരെ കൂടെ നിൽക്കരിക്കില്ല. ഓൻ കൊന്തറമ്പല്ലായിരുന്നു നിങ്ങളുടെ മുമ്പ് തെറ്റി നിൽക്കണ്ട. അപ്പം ചിലർക്കുള്ള പറയാതെ എന്താ, ആ കസാര ഇട്ട് കൊടുത്ത ഒരാൾക്ക് നിൽക്കാൻ കഴിയുമല്ലോ എന്നാണ്. നിൽക്കാൻ കഴിയാത്ത എനിക്കത്ത ഇജല്ല നിക്കേശന് വേറെ ആൾക്ക് കഴിയാത്ത ഇജ്ജോക്കണം, ഓനെ കഴിയാനോട് തോന്നുന്നുള്ളൂ. അവിടെയും കഴിയാന്ന് വല്ല കണക്കുണ്ട്. എന്നാൽ കോണിക്കൂട്ട് തെത്താട്ട മനസ്സിലായി, ഒരു തൂണ് വന്ന സ്ഥലത്ത് അവിടെ താട്ട. അപ്പം അതൊന്നും ന്യായമല്ല. അവിടെ ഒരാൾ നിൽക്കാൻ കഴിയുമല്ലോ, വലിയ സംഗതി. ഇപ്പം അതാ നിൽക്കാൻ കഴിയില്ലെങ്കിൽ നിൽക്കണ്ടെന്ന് അവിടെ അത്രേ ഉള്ളൂ. എൻ്റെ കാര്യം എപ്പോൾ പറഞ്ഞ് ഈ സുന്നത്തൊക്കെ നോക്കേണ്ടത് എൻ്റെ കാര്യമാണ്. അപ്പം നീ എന്ത് ചെയ്യണം, സൊഫിലൊപ്പം നിൽക്കണം. അപ്പം എൻ്റെ ചെയർ സൊഫിൻ്റെ ലേശം താഴെ ഇടണം. അപ്പോൾ ചെയറിട്ട സ്ഥാനത്ത് നിൽക്കിയിരിക്കാൻ ഒരാൾക്ക് കയ്യൊലിയോ നിൽക്കണ്ട. അവിടെ കുട്ടികൾ നിൽക്കാൻ പറ്റുന്ന കുട്ടികളെ നിർത്തിക്കോളി. ചിലപ്പോൾ ഒരു ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ആ സുജൂദിന് ചെയ്യണമെന്ന് തടസ്സമുണ്ടാവില്ല, ആ കസാല ഉണ്ടായതുകൊണ്ടോ. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഏതായിരുന്നാലും ഓല് നിൽക്കേണ്ടത്, അപ്പോൾ ഓല് നിന്ന് നിൽക്കുന്നവരാണെങ്കിൽ സൊഫിലുള്ളവരെ കൂടെ തന്നെ നൃത്തം ഒപ്പാകണം. അപ്പം ചെയർ പിന്നിൽ കാണാം. ഓൻ ആദ്യം തന്നെ നിൽക്കാൻ കഴിയില്ല, ഇരുന്നാണ് ആദ്യം തുടക്കം തന്നെ നിൽക്കിയിരിക്കണമെങ്കിൽ അപ്പോൾ അവൻ്റെ കസാല സൊഫ് തന്നെ കൃത്യത്തിനിട്ടോട്ടെ, ആൾ നിൽക്കണം അതേ ലെവലിലോ ഇരിക്കുക. ഇതാണ് അവിടുത്തെ വിഷയം. അതവിടെ നിൽക്കട്ടെ, നമ്മൾ വിഷയത്തിലേക്ക് തന്നെ എടുക്കുക. നമ്മൾ പറഞ്ഞു തന്നത് ജമാഅത്തിൻ്റെ പ്രധാനപ്പെട്ട സംഗതികളാണ്. അത് ഒഴിവായ ജമാഅത്ത് ശരിയാവില്ല. അതിൽപ്പെട്ട നമ്മൾ പറഞ്ഞ മൗമൂമിനെ കൂടിയും മുൻകിടക്കാൻ പാടില്ല. പിന്തണം, കുറച്ചെങ്കിലും പിന്നി നിൽക്കുക. ഒപ്പം നിന്നാൽ തന്നെ മുസാബാത്ത് എന്ന് പറയാം. ജമാഅത്ത് ശരിയാകുമെങ്കിലും ജമാഅത്തിന് കൂലി നഷ്ടപ്പെടുന്ന വിതുറൊന്നും കൂടാതെ ഒപ്പത്തിനൊപ്പം നിൽക്കൽ കറാഹത്താണ്. ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കറാഹത്തുകൾ കൊണ്ട് ജമാഅത്തിന് കൂലി നഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ ഓന് കൂലി കിട്ടണമല്ലോ, അപ്പോൾ കുറച്ച് പിന്തി നിന്നോട്ടെ. ഇനി അവിടെ ഉള്ളത് ഓൻ്റെ ജമാഅത്തായുള്ള ഓലെ നിൽക്കാരം പള്ളിയിൽ വെച്ചാണ്. അവിടെ 3 കോലം നമുക്ക് പറയാനുണ്ട്. ഇമാമും മൗമും പള്ളിയിൽ തന്നെയാണ്, അങ്ങനെ വരാം. അല്ലെങ്കിൽ ഇമാമും മൗമും പള്ളി അല്ലാത്തൊരു സ്ഥലത്താണ്, അങ്ങനെയും വരാം. ഇമാമ് മൗമൂമ് രണ്ടിൽപ്പെട്ട ഒരാൾ വലിയ പള്ളിയിലാണ്, മറ്റൊരാൾ പള്ളിൻ്റെ പുറത്താണ്. അത് ഇമാമായാലും വേണ്ടില്ല, മൗമായാലും വേണ്ടില്ല. ഈ 3നും 3 തരത്തിലുള്ള വിധികളുണ്ട്. എല്ലാത്തിലും നിർബന്ധമായ സംഗതിയാണ് ജമാഅത്തായി നടക്കുമ്പോൾ ഇമാമിൻ്റെ ഇന്ത്യക്കാലാത്തുകൊണ്ട് മൗമൂം അറിയണം.
പക്ഷെ ഇമാമോ അങ്ങനെ നിൽക്കലുണ്ട്, മമ്മൂമോ നിൽക്കലുണ്ട്. മമ്മൂമോ ഇമാമിൻ്റെ നിൽക്കാത്ത പറ്റി ഒന്നും പറയണില്ല. പിന്നെ എങ്ങനെ തുടരുക? ആരോരോ തുടരുക. അപ്പോൾ ഇന്ത്യക്കാലത്തോട് കാരണം എങ്ങനെ നിൽക്കുകയാണെങ്കിലും നിർബന്ധം. രണ്ടാളും പള്ളിയിലായാലും പള്ളിയിലല്ലെങ്കിലും ഒരാൾ മാത്രം പള്ളിയിൽ, ഒരാൾ പള്ളീൻ്റെ പുറത്ത്, അങ്ങനെ ആയാലും എല്ലാ ഇത്തിമാരും പ്രകാരം അത് നിർബന്ധമാണ്. അപ്പം രണ്ടാളും പള്ളിയിലാവുമ്പോൾ ഞാൻ അതിൻ്റെ പുറത്ത് ഒരു സംഗതി പറയാനുള്ളത്, ഇമാമും മൗമൂമും പള്ളിയൊന്നും അല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ ഇന്ത്യക്കാലാത്തോണ്ട് അറിഞ്ഞാൽ മാത്രം പോരാ. മൗമൂമും ഇമാമും തമ്മിലുള്ള ദൂരം 300 മുഴത്തേക്കാൾ കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ആ ജമാഅത്ത് സഹിയന്നാവില്ല, കൂലിട്ടൂലാണ്ട് പ്രശ്നമല്ല. കൂലി കിട്ടാതിരിക്കാൻ ചിലപ്പോൾ 3 സുഫനേക്കാൾ കൂടിയാൽ തന്നെ മതി, അല്ല 3 മുഴത്തേക്കാൾ കൂടിയാൽ തന്നെ കൂലി പോകും. അപ്പം ഈ പട്ടാണ് ചെറുപടുത്ത് ഇമാമ് നിൽക്കണ ഇമാമിൻ്റെ മടമ്പുകാൽ മുതൽക്ക് 1-ാം സുഫ്, ഏത് സുഫായാലും വേണ്ടില്ല, സുഫിലേക്കുള്ള വൈദ്യുതം നോക്കുമ്പോൾ 3 മുഴത്തിനേക്കാൾ കൂടുതലുണ്ട്, കുറേ അകലുണ്ട്. ഇപ്പോൾ ഒരു 4 മുഴം മുന്നിലാണ് ഇമാമ്, സുഫ് 4 മുഴം പിന്നിട്ടാ. അത് പാടില്ല, പരമാവധി 3 മുഴം. ആ 3 മുഴം തന്നെ ഇമാമിൻ്റെ മടമ്പ് മുതൽക്ക് 3 മുഴം എന്നാണോ, അതല്ല ഇമാമിൻ്റെ കതമിൻ്റെ മുൻഭാഗം മുതൽക്ക് 3 മുഴം എന്നാണോ എന്ന് 2 അഭിപ്രായമുണ്ട് അവിടെ. നമ്മൾ മുഴത്തമ്പത് പ്രകാരം ഇമാമിൻ്റെ മടമ്പ് മുതൽക്ക് തന്നെ 3 മുഴം കീപ്പിട്ട് അത്രേ പോരാൻ പാടുള്ളൂ, അതിനേക്കാണ് ഏറെ പോകാൻ പാടില്ല. കുറച്ചാകുമ്പോൾ എത്രയും കുറഞ്ഞിട്ട് കുഴപ്പമില്ല, സുജൂദിന് സൗകര്യം ഉണ്ടായാൽ മതി. ഈ ഹറമിലൊക്കെ ചെന്നാൽ ഹജ്ജിട് കൊടുമ്പിരി കൊണ്ട സമയത്താവുമ്പോൾ തിരക്കായി. അപ്പോൾ ജനങ്ങൾക്ക് സാധാരണ ഒരു സുജൂദിൻ്റെ സൗകര്യമുള്ള ഇടമുണ്ടല്ലോ 2 സുഫിൻ്റെ ഇടയിൽ, അവിടെ ഒരു 3 സുഫൊക്കെ വരും. ആളുകളുടെ ബാഹുല്യം കൊണ്ട് അങ്ങനെ അവിടെ നിൽക്കാൻ കഴിയുള്ളൂ. അതിനെക്കാണ് സ്ഥലത്തിൽ വിശാലതയിൽ നിൽക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും, നിർത്തില്ല. അപ്പോഴോ സഹിയാകുണ്ടോ നോക്കുക തന്നെ, എല്ലാ ഫദീലത്തും കിട്ടിയെങ്കിലും. അപ്പോൾ 3 മുഴത്തേക്കാൾ കൂടാതിരിക്കൽ നിബന്ധനയാണ്. അത് ജമാഅത്തിന് കൂലി നഷ്ടപ്പെടാതിരിക്കാൻ. 3 മുഴം വരെ പോകാം, അതിനേക്കാണ് ഏറുകയാണെങ്കിൽ 300 വരെ പോകാം. പള്ളിയല്ലാത്ത സ്ഥലത്താവുമ്പോൾ ജമാഅത്ത് സഹിയാകാൻ കൂലിയും കിട്ടൂല. ആ പള്ളിയിൽ ഇപ്പം നമ്മളെ ഈ പള്ളിയിൽ തന്നെ മുന്നിൽ മെഹ്റാബിലാണ് ഇമാം നിൽക്കുന്നത്, പിന്നെ ഒറ്റ സഫും ഇല്ല. പിന്നെ അവസാനത്തെ പുറത്തെ പള്ളിൻ്റെ ലാസ്റ്റിൽ ഒരാൾ അവിടുന്ന് തുടർന്നു, എന്നാലും തുടർച്ച സഹിയാവും. പള്ളിയാണല്ലോ, ഇനി 300 മൈതാനം അപ്പുറം പോയാലും കുഴപ്പമില്ല. അത്രയും വലിയ പള്ളിയാകും. ഇപ്പോൾ മസ്ജിദുൽ ഹറാമിലൊക്കെ നിൽക്കരിക്കുമ്പോൾ എത്രയോറെ ദൂരമുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇപ്പോൾ സാധാരണ തുടർന്ന് ഇങ്ങനെ വെക്കണം, വരുന്നതിനനുസരിച്ച് ആൾക്ക് നിൽക്കുക. അവിടെ ഇപ്പോൾ ഈ ഒരു പ്രശ്നമില്ല. ആദ്യമേ ഇമാമിൻ്റെയും മമ്മൂമിൻ്റെ ഇടയ്ക്ക് വേറെ സ്വപ്പൊന്നും ഇല്ലാത്തപ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം വരുള്ളൂ. അങ്ങനെ നിൽക്കാനും ചിലപ്പോൾ ഹറമിൽ കാണും. ഹറമിൽ മസ്ജിദുൽ ഹറാമിൽ മൈക്ക് പറഞ്ഞാൽ എന്താ ആ മൈക്ക്, അങ്ങനത്തെ മൈക്കല്ലേ. നമ്മളിവിടുത്തെ എടുക്കാനില്ല, നമ്മളായത് മൈക്ക കുറെ കൂക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, ഒരു ഉണ്ടായിട്ടില്ല. ഒരു ഇന്ത്യക്കാലത്ത് പറയുന്നത് നിർത്തിയെന്നവർ ചിലപ്പോൾ അങ്ങനെയൊന്നുമല്ല, നല്ല ക്ലിയർ മൈക്കാണ്. അപ്പം ഈ മൈക്ക് എവിടേക്കൊക്കെ കേൾക്കും. ആ കേൾക്കുന്നതൊന്നൊക്കെ ഇങ്ങോട്ട് തുടരുക. ഷാഫി മദ്ഹബാണ് ആ തുടർച്ച സഹിയല്ല. മസ്ജിദുൽ ഹറാമിന്ന് കുറേ അകലുള്ള ആളുകളൊക്കെ ഓല റൂമിലോ ഓല ജോലി സ്ഥലത്തോ ഒക്കെ മുസാലിട്ട് കണ്ടാണ് നിൽക്കരും. ഇവിടേക്ക് തുറന്നു കണ്ട് ഹറമക്ക് തുറന്നു കണ്ട് ഹറമിൽ നിൽക്കാരമ്മൾക്ക് ഇങ്ങനെ കേൾക്കാം, ശരിക്കും കേൾക്കാം. നല്ല ക്ലിയർ മൈക്കിയാണ്.
അപ്പോൾ ഇന്ത്യക്കാലത്തുകൊണ്ട് അറിയാത്ത പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇമാം എവിടെ, ഇമാം കൊണ്ട് ബന്ധമെന്ത്, അതിൻ്റെ ഇടയിൽ എന്തെല്ലാം ഹിജാബുണ്ട്, അതൊന്നും ഒരു നോട്ടൂല. നമ്മൾ സാഫി അഹമ്മദ് പ്രകാരം ആ നിസ്കാരം ചെയ്യാവില്ല. മറ്റോരൊക്കെ കാട്ടുന്നതാണെങ്കിൽ നമ്മൾ കാട്ടാൻ പറ്റില്ല. ചിലരോട് പറയുമ്പോൾ നോവലൊക്കെ വെച്ചിട്ടുണ്ട്, അതെന്താ, അതൊരു ശരിയാണ്. ഒരു ശരിയല്ലാത്ത കാര്യം ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അയാൾക്ക് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിയല്ല എന്ന് നിൽക്കിയിരിക്കണ കുറേ ആൾക്കാരുണ്ട്. ഓല ഇങ്ങോട്ട് എടുത്ത് കട്ടുക, ഓലിക്കരിക്കണ്ടല്ലോ. അപ്പോൾ അതോ അങ്ങനെ നമ്മളോട് നിൽക്കലില്ല. ഓല നിൽക്കാരൊക്കെ ശരിയായെങ്കിൽ എൻ്റെയും ശരിയായി, ഓലൊന്നും ശരിയല്ലെങ്കിൽ എൻ്റെയും ശരിയായില്ല. അങ്ങനെ നമുക്കില്ല. ഷർത്തും പതിലൊക്കെ അഞ്ച് പാലിച്ചോ അതിൻ്റെ ശരിയായി, ഓല് പാലിച്ചോന്നോ അതും ശരിയാവും. പാലിച്ചില്ലേ എൻ്റെയും ശരിയാവില്ല, ഓലതും ശരിയാവില്ല. ഇതാണല്ലോ അതിൻ്റെ നിയമം. അപ്പോൾ അതുകൊണ്ട് തന്നെ മൗഖിഫിൽ നിൽക്കുന്നിടത്ത് രണ്ടാളി നിർത്തിയതിനടുക്ക് ഈ പറഞ്ഞ 300 മുഴത്തിനേക്കാൾ ഏറാൻ പാടില്ല എന്നത് പള്ളിയല്ലാത്തപ്പോൾ ഷർത്ത. പള്ളിയിലാകുമ്പോൾ വലിയ പള്ളിയാണെങ്കിൽ ഈ പറഞ്ഞ സംഗതി ഇല്ലെങ്കിലും ജമാഅത്ത് സഹിയാവും. പക്ഷെ ഒരു എതിറും കൂടാതെ 3 മുഴത്തിനേക്കാണ് ഏറുമ്പോൾ ജമാഅത്തിന് കൂലി പോകും. ജമാഅത്ത് ശരിയാണ്, കൂലി ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് തൽക്കാലം നിർത്താം. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.